ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട്ടിലുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് സലാഡിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള റെസിപ്പി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് പാല് തിളപ്പിക്കാൻ വേണ്ടി വെക്കണം. ഇതിനകത്തേക്ക് ഒരു 2.25 ഗ്ലാസ് പാലാണ് ഞാനിവിടെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് കസ്റ്റാർഡ് പൗഡറാണ്. ഈ കസ്റ്റാർഡ് പൗഡർ നമുക്കൊരു 3 ടേബിൾ സ്പൂൺ എടുത്ത് ഒരു ബൗളിലേക്ക് ഇട്ട് വയ്ക്കാം. ഇനി അതിലേക്ക് നമുക്ക് തണുത്ത വെള്ളം ഒഴിച്ചിട്ട്, സാധാരണ നമ്മുടെ നോർമൽ വാട്ടർ ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് അലിയിച്ചെടുക്കണം. ഒട്ടും കട്ട കെട്ടാത്ത രീതിയിൽ നല്ലതുപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം ഇതിരിക്കേണ്ടത്. അധികം കട്ടിയും പാടില്ല, അധികം ലൂസും പാടില്ല. ഇപ്പോൾ നമ്മുടെ പാലിവിടെ തിളച്ച് വന്നിട്ടുണ്ട്. പാല് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള മധുരം ഇട്ട് കൊടുക്കാം. നമ്മളിടുന്ന ഫ്രൂട്ട്സിന് നല്ല മധുരം ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ ഒരു 3-4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല മധുരം തന്നെ ഇട്ട് കൊടുക്കണം. പഞ്ചസാര നല്ലതുപോലെ അലിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന കസ്റ്റാർഡിൻ്റെ ആ മിക്സ് നമുക്കിതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കട്ട പിടിക്കും. അപ്പോൾ ഞാനിതിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട കിട്ടും. നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം 2-3 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഇതൊന്ന് കട്ടയായിട്ട് വരണം. ഇടുമ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് കട്ടയാവും. ഒന്നും കൂടെ ഒന്ന് നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം നമുക്കൊന്ന് 2-3 മിനിറ്റും കൂടെ ഒന്ന് ചൂടാക്കി കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്തെങ്കിലും എസൻസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ മാംഗോ എസൻസാണ് ചേർത്ത് കൊടുക്കുന്നത്. വാനില എസൻസ് ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് എസൻസ് ചേർത്ത് കൊടുക്കാം. ഇത് തികച്ചും ഓപ്ഷണലാണ്. ഇനി നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ചൂടാറാൻ വേണ്ടി വയ്ക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം ഇതിരിക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഞാനിവിടെ വീട്ടിലുണ്ടായിരുന്ന ഫ്രൂട്ട്സുകൾ എടുത്തിട്ടുണ്ട്. പോംഗ്രാനൈറ്റ്, ഓറഞ്ച്, പഴം, ആപ്പിള്, അതുപോലെ ഗുവ, ഇത്തരം സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത്. മാംഗോയും അതുപോലെ തന്നെ വലിയ ഏത്തപ്പഴം ഉണ്ടെങ്കിലും നല്ലതാണ് കേട്ടോ, നല്ല ടേസ്റ്റ് കിട്ടും. ഇനി നമുക്ക് ഈ പോംഗ്രാനൈറ്റ് എങ്ങനെയാണ് കട്ട് ചെയ്യണമെന്ന് നോക്കാം. പലർക്കും പോംഗ്രാനൈറ്റ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പല രീതിയിലൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. ഇതുപോലെ കട്ട് ചെയ്യുവാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് പോംഗ്രാനൈറ്റിൽ നിന്ന് അതിൻ്റെ സീഡ്സൊക്കെ എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ 4 മുറിച്ചതിന് ശേഷം നമുക്ക് ആ കോർണറിൽ നിന്ന് വീണ്ടും ഒന്ന് ഇങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റാം. നമ്മളൊരു പാത്രത്തിന് മൂടിയൊക്കെ തുറക്കുന്നത് പോലെ ഇങ്ങനെ ഒന്നങ്ങോട്ട് ഓപ്പൺ ചെയ്താൽ മാത്രം മതി. കണ്ടോ, നല്ല ഈസി ആയിട്ട് നമുക്ക് പോംഗ്രാനൈറ്റ് സീഡ്സുകൾ എടുക്കാൻ സാധിക്കും. ഇനി നമ്മൾ ഓരോ കട്ട് ചെയ്ത ആ മൂലയിൽ നിന്നും ഇതുപോലെ നമുക്ക് അടർത്തിയെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാ ഫ്രൂട്ട്സും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഗുവ അരിയുമ്പോൾ നമുക്കതിൽ നിന്ന് അതിൻ്റെ സീഡ് കളഞ്ഞിട്ട് മാത്രം നമുക്ക് അരിഞ്ഞിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓറഞ്ച് എടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് സീഡ് കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നമ്മൾ നേരത്തെ ചൂടാറാൻ വെച്ചിരുന്ന മിക്സിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രൂട്ട് സാലഡിൻ്റെ മിക്സ്. നല്ല ടേസ്റ്റോട് കൂടിയ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഐസ്ക്രീം ആവശ്യമാണ്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ബൗൾ എടുക്കാം. അതിലേക്ക് നമുക്ക് നമ്മുടെ ഫ്രൂട്ട് സാലഡ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ടോപ്പിലേക്ക് നമുക്ക് ഐസ്ക്രീം സ്കൂപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് സാലഡാണ്. ഫ്രൂട്ട്സൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ല ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള നല്ല റെസിപ്പികൾക്കായിട്ട് നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും നല്ല റെസിപ്പികളുമായിട്ട് കണ്ടുമുട്ടാം. ഓക്കെ, ബൈ, താങ്ക് യു.